നമസ്കാരം. പൈനി സ്റ്റഡീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഈ സ്ക്വയറുകളിൽ ആകെ എത്ര സ്ക്വയർ ഉണ്ട്. ഇതുണ്ടോ, പല സ്ക്വയർ ഉണ്ട്. അതെല്ലാം കൂടെ കൂടുമ്പോൾ ആകെ എത്ര എണ്ണം വരും എന്നാണ് നോക്കാം. ചെറുത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് നമുക്ക് നമ്പർ ഇടാം. 1, 2 ഇങ്ങനെ നമ്പർ ഇട്ടു. ഇവിടുന്ന് ഇങ്ങോട്ടും 1, 2. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 1, 2 ഇവിടെ എഴുതിയല്ലോ. ഈ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും. ഇതുണ്ടോ, 2 × 2. ഇനിയോ 2ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 1. ഈ 2ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 1 അല്ലെ? ഈ 1 ഇതുണ്ടോ, 2ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 1, ഈ 2ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 1. അത് നമ്മൾ ഇൻറ്റു ചെയ്യണം. 2 × 2 എത്രയാണ്? 4. 1 × 1 എത്രയാണ്? 1. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട്? 5 സ്ക്വയർ. കണ്ടുപിടിച്ചാൽ മതി. അടുത്ത കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാവും. നോക്കിയോ, ഇത് നമ്പർ ഇടാം. 1, 2, 3 അല്ലേ? താഴോട്ട് നമ്പർ ഇടാം. 1, 2, 3, 4. ഇനിയോ ഇത് 4 × 3 അല്ലേ? 4 × 3 ഈസ് ഈക്വൽ ടു 12. ഇനിയോ 4ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 3 × 3ന്റെ തൊട്ട് താഴെയുള്ളത് 2. 3 × 2 6. ഇനി അടുത്ത 3യുടെ തൊട്ട് താഴെയുള്ളത് 2. 2ന്റെ തൊട്ട് താഴെയുള്ളത് 1. 2 × 1 2. ഇനി അതിന്റെ താഴെയുള്ളത് 2ന്റെ താഴെയുള്ളത് എത്രയാണ്? 1 × 1ന്റെ താഴെയുള്ളത് 0. അവിടെ വരെ എഴുതണം. അപ്പോൾ 0. ഇനി ആഡ് ചെയ്യണം. 12, 6, 18, 2 20 ഉണ്ടോ? അപ്പോൾ ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട്? 20 സ്ക്വയർ ഉണ്ട്. ഇത് നോക്കാം. നമ്പർ ഇടാം അല്ലേ? ആദ്യം 1, 2, 3, 4, 5 നമ്പർ ഇട്ടില്ലേ? താഴോട്ട് ഇടാം. 1, 2, 3, 4, 5. ഇനിയോ ഇവിടെ 5 ഇവിടെ 5. 5 × 5 ഈസ് ഈക്വൽ ടു 25 അല്ലേ? ഇനി അടുത്ത് തന്നെ വേണം. 5ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ ഏതാണ്? 4 × ഈ 5ന്റെ താഴെയോ 4. 16. അടുത്തതോ 3. 3 × 3 എത്രയാണ്? 9. 2 × 2 4. 1 × 1 1. 3 മതി. 0 ഇവിടെ വേണ്ട, കാരണം 1 × 1 ആയില്ല. 2 0 അല്ലേ വരുള്ളൂ. അതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. ആഡ് ചെയ്യാം. 4 × 5 5 × 14, 6, 20, 5 25. ശിഷ്ടം 2. 2 × 3 2 55. 55 ആൻസർ. അപ്പോൾ ഇതിനകത്ത് എത്ര സ്ക്വയർ കാണും? 55. 55 സ്ക്വയർ കാണും. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം കൂടെ 5 × 5 25, 4 × 4 16, 3 9, 2 × 2 4 1, 4 1 × 1 1. അപ്പോൾ 4 × 5 5 × 14, 6, 20, 5 25. ഇഷ്ടം 2. 2 × 3 2 5 55. ഇതാണ് 20. ഇത് 5. അങ്ങനെ നമ്മളിങ്ങനെ സംഖ്യ ഓരോ കോളത്തിൽ നമ്പർ ഇടുക, എന്നിട്ട് അവ തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതുക. അത്രയും സ്ക്വയർ ആയിരിക്കും ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.